ഹായ് ഹലോ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാർഡ് ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചാണ്, എന്നാലും ഷഫിൾ ചെയ്യാണ്. ഓക്കെ, നോക്കാം. ടു ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ് 6 ഓഫ് കപ്സ്. തേർഡ് കാർഡ് ദ എംപ്രസ്. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ, 5 ഓഫ് പെൻഡിക്കിൾ, പേജ് ഓഫ് പെൻഡിക്കിൾ. ഒരു 2 കാർഡ് കൂടെ എടുക്കാം. സെവൻ ഓഫ് കപ്സ്, ടെമ്പറൻസ് ആണ്. ടെമ്പറൻസിൻ്റെ കാർഡൊന്ന് ഒരു ലേശൊരു സിറ്റുവേഷൻ വേറാണ്. ഓക്കെ, ടെമ്പറൻസ് കാർഡാണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ഡെക്ക്, ദ ലവേഴ്സ് ആൻഡ് 10 ഓഫ് വാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് എടുത്താൽ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത് നോക്കാം നമുക്ക് കേട്ടോ. അപ്പം ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 2 ഓഫ് വാൻസ് ആണ്. 2 ഓഫ് വാൻസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, മാത്രമല്ല അവരൊരു പ്ലാനിങ്ങിലാണ്. പ്ലാനിങ് ഓഫ് ദ ഫ്യൂച്ചർ. അതായത് ഈസ് എ സൈൻ ഓഫ് ദ ന്യൂ ബിഗിനിങ് എന്നൊക്കെ പറയും. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അവർ നിങ്ങളെ മാത്രം ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സിറ്റുവേഷൻ, ന്യൂ ബിഗിനിങ് ഒക്കെ ഇതാക്കണം. ഈ ഒരു കാർഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവരവരുടെ മെമ്മറി ഇതിലാണ്. അതായത് നഷ്ടപ്പെട്ട സിറ്റുവേഷൻ, അതായത് നഷ്ടപ്പെട്ട മെമ്മറീസ്, അല്ലെങ്കിൽ ആ പഴയ മെമ്മറീസിലൊക്കെ അവർ സ്റ്റക്കായി നിൽക്കുകയാണ്. നിങ്ങളെ ആലോചിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാവുമ്പോൾ അവർ ചിന്തിക്കണതെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയല്ലോ, ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, ഓർമ്മകളിലൂടെ കടന്നു പോകുന്നത്. അവരെ വല്ലാതെ അത് തളർത്തുന്നുണ്ട് എന്നാണ് എംപ്രസ് എന്ന കാർഡ്. ഈ എംപ്രസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരാകെ ടയേർഡാണ്. ടയേർഡ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടിട്ടും കാര്യമില്ല, പക്ഷെ അവർ ആ ഒരു ഇതൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ ആൻഡ് വെറീസ് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. എംപ്രസ് ആണ്, പക്ഷെ കണ്ടില്ല ആ ഒരു അവസ്ഥയിലാണ് അവർ. ഒരു ഉന്മേഷമില്ലായ്മ. 4 ഓഫ് കപ്സ് പറഞ്ഞാൽ അവർ നിങ്ങളെ ആലോചിച്ചിരിക്കുകയാണ്, ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അതേപോലെ തന്നെ 7 ഓഫ് കപ്സ്, അവർക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്, പക്ഷെ എല്ലാത്തിലും സ്റ്റക്കായിട്ട് നിൽക്കണം. അവർ ആലോചിക്കണം എന്ത് ചെയ്യണം. അവരവരുടെ ജീവിതത്തിൽ ഒരു സ്റ്റക്നെസ് സിറ്റുവേഷനിലാണ്. ഓക്കെ, അതേപോലെ തന്നെ 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഡിവൈൻ കണക്ഷനാണ്, എന്തോ ഒരു കണക്ഷനുമാണ്. അതായത് നിങ്ങളുടെ മിററാണ് അവർ. ഓക്കെ, നിങ്ങളെന്താണോ ചിന്തിക്കുന്നത് അതേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അതേപോലെ ചിന്തിക്കുന്നുണ്ടാവും. മിററാണ്. ഓക്കെ, അവർ നിങ്ങളെപ്പറ്റി കൂടുതലും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവരാകെ സ്റ്റക്കിലാണ്. നിങ്ങൾ എന്ന ആ ഒരു പുഷ്പം എന്ന് പറയാം, ആ ഒരു ലേഡി ആ ഒരു പുഷ്പത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. കണ്ടോ, തല തിരിഞ്ഞാൽ മനസ്സിലാവും, തല തിരിഞ്ഞ് നോക്കിയാലേ മനസ്സിലാവുള്ളത്. കണ്ടോ, ഒരു പൂവ് ഇങ്ങനെ നോക്കിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതാണ് അവരുടെ സിറ്റുവേഷൻ. അവരങ്ങനെ ചഞ്ചലപ്പെട്ട് അവരുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാം മനസ്സിലാവുന്നുണ്ട് സ്റ്റെക്ക്ഡാണെന്ന്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവിടെ മെമ്മറി ഒക്കെ ഒരു ഇതിലാണ്.
ഫൈവ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ടെൻഷനും വെറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിലും അവർ സ്റ്റക്ക്ഡാണ്. ഓക്കെ. പേജ് ഓഫ് പെൻറ്റിക്കിൾ പറഞ്ഞാൽ നിങ്ങളാണ് അവർക്ക് മൂല്യം, അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ. ഈ ഒരു സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഒരു ടെമ്പറൻസ്, അതായത് ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിൽ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്, ടെമ്പറൻസ് ആവുന്നിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ലവേഴ്സ് കാർഡ് കണ്ടില്ലേ, കണ്ടോ? ഫയർ എനർജിയാണ്. അവർക്ക് ഭയങ്കര ഇമോഷൻസും ഭയങ്കര ആക്ഷൻ എടുക്കണം എന്നൊക്കെ അവർക്കുണ്ട്. പക്ഷേ സ്റ്റക്ക്ഡാണ് അവർ. ഈ ഒരു സിറ്റുവേഷൻ മാറി മറിഞ്ഞു വരും. ഇതൊരു താൽക്കാലികമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇത് വെറും ഒരു താൽക്കാലികം മാത്രമാണ്. ദ ലവേഴ്സ് വന്നിട്ടുണ്ട്. ഈ ലവേഴ്സിൻ്റെ കാരണത്താലാണ് അവർ സ്റ്റക്കായിരിക്കുന്നത്. ഓക്കെ. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ബാലൻസിലേക്ക് വരുന്നുണ്ട് അവർ. ഓക്കെ. അപ്പോൾ അവരാകെ ഒരു എന്താ പറയുക, അകപ്പെട്ടൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓക്കെ. നമുക്ക് നിങ്ങളുടെ ഡിവൈൻ എന്താണ് ഗൈഡൻസ് തരുന്നതെന്നൊക്കെ. ഓക്കെ. ഞാൻ ഇവിടെ 2 കാർഡ്സാണ് എടുക്കുന്നത്. ജഗിളിംഗ് ആണ്, കണ്ട? 2 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ജഗിളിംഗ് ആണ് അവരുടേതല്ല, നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ആണ്. നിങ്ങൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു അഭാവത്തിൽ നിങ്ങൾ ജഗിൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. റൈറ്റ് ടൈമിൽ തന്നെ ഈ ഒരു സിറ്റുവേഷൻ മാറി മറിയുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല, ചില ആളുകൾ ഇവിടെ സ്റ്റക്കാണ്, റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട്. അവർക്ക് ഓരോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ അവരോട് റെസ്റ്റ് എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നു. നിങ്ങളുടെ ആ ഒരു എന്താ ലവ് ലൈഫാണെങ്കിലും ഇമോഷൻപരമായിട്ടാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപാട് വെറീസ് ആയിരിക്കും. നിങ്ങളുടെ മെമ്മറീസ്, അതേപോലെ നിങ്ങളുടെ തോട്ടിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ റെസ്റ്റ് എടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ടേക്ക് ദ റെസ്റ്റ് മൂഡ്. ഓക്കെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും റെസ്റ്റ് എടുക്കുക. ബാക്കിയുള്ള കാര്യം പിന്നെ വരട്ടെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാം. ഓക്കെ. സറണ്ടർ ചെയ്താലേ നമുക്ക് നമ്മുടെ കാര്യം യൂണിവേഴ്സ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. വെറുതെ നമ്മൾ സഫർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ് ഗൈഡൻസും. അപ്പം താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു. ബൈ.